വണ്ടർലേ പോക്കും ഒരു ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ഓഫീസ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവനെ പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ്. 2 ദിവസം മഴ പെയ്തതിന്റെ ബലമാണ് ആ കാണുന്ന തുണികളൊക്കെ. മഴ പെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തുണികളൊക്കെ അടുക്കളയിലായിരിക്കും. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു അടുക്കളയിൽ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടതേ ഒരുങ്ങുകയാണ്. നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ട്, 1-2 ആവശ്യങ്ങളുണ്ട്. എന്തായാലും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ അതേ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ട് എൻ്റെ മേക്കപ്പ് മൊത്തം ഇക്കാടെ ഷർട്ടിലിരിക്കുന്നു. ആ കളർ ഷർട്ട് ആയതുകൊണ്ട് കറക്റ്റ് അറിയാനും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഉണ്ട് ലിപ്സ്റ്റിക്ക് മൊത്തം കവളത്തും ഉണ്ട്. ആ വെയിലത്ത് നിന്ന് വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം വേർത്തു കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മേക്കപ്പ് മൊത്തം ടിഷ്യൂവിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, നമ്മൾ വെറുതെ മേക്കപ്പ് ചെയ്യുന്ന പോലെ ആവില്ലേ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ പോവാണ്. സോ ആദ്യം യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് മേക്കപ്പിനൊക്കെ മുമ്പ്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓയിൽ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ തന്നെ ഹൈഡ്രാമാറ്റെ ഫൗണ്ടേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലായിടത്തും എത്താൻ ഭാഗത്തിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ മാറ്റി ഒരു ഫുൾ കവറേജ് തരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഇപ്പോൾ കണ്ടില്ല, നേരത്തെ കാട്ടിലും മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്ന പോലെ ഉണ്ടല്ലോ. അതിനുശേഷം പിന്നെ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റെ വൗ ലിപ്സ്റ്റിക് ആണ് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. അതുപോലെ തന്നെ 8 hours സ്റ്റേ കിട്ടുന്നതായിരിക്കും. പിന്നെ ഹൈ കളർ പേ ഓഫ് ആണ്. ഫുൾ കവറേജും കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ലിപ്സ്റ്റിക് ആയിട്ട് മാത്രമല്ല, നമുക്ക് ബ്ലഷ് ആയിട്ടും അതുപോലെ തന്നെ ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഷോളൊക്കെ ഇട്ടു. എന്നിട്ട് ആ മേക്കപ്പ് ഫിക്സർ ഒന്നും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മേക്കപ്പ് പടരുന്നു അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് പടരുന്നു അങ്ങനത്തെ ഉള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഷർട്ടിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഈവൻ നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്താൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ട് ഈ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഒപ്പി എടുക്കുന്നുണ്ട്. പക്ഷേ ടിഷ്യൂലൊന്നും ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും പടർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും 3 നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ.